അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അള്ളാഹുവിൽ നിന്ന് വേദം ലഭിച്ച മൂസാ നബിയുടെ ജനതയെക്കുറിച്ച്, വേദം ലഭിച്ച ആദ്യത്തെ വലിയ ജനസമൂഹത്തെക്കുറിച്ച്, അവർക്ക് വേദം നൽകിയതിനെക്കുറിച്ച് കഴിഞ്ഞ ആയത്തുകളിൽ പറഞ്ഞ ശേഷം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറക്കുന്ന വേദത്തെക്കുറിച്ച്, ഖുർആനെക്കുറിച്ച് പറയുകയാണ്. അത് ഏറ്റവും ഉദാത്തവും വിജയകരവുമായ ലക്ഷ്യത്തിലേക്കും പരലോക വിജയത്തിലേക്കും നയിക്കുന്നു. എന്നാൽ ആ ലക്ഷ്യത്തിൽ വിശ്വാസമർപ്പിക്കാത്തവർക്ക് നരകശിക്ഷയായിരിക്കും പ്രതിഫലമെന്നും സൂചിപ്പിക്കുന്ന 9-10 ആയത്തുകളാണ് ഇന്ന് പഠിക്കുന്നത്. ഇന്ന ഹാദൽ ഖുർആന, തീർച്ചയായും ഈ ഖുർആനെക്കുറിച്ച് അൽ കിതാബ് എന്നും ഖുർആനിൽ പലതവണ ഉപയോഗിച്ചിട്ടുണ്ട്. അൽ കിതാബ് എന്ന് ഖുർആനെ കുറിച്ച് പറയുന്നത് പോലെ വേദങ്ങളെക്കുറിച്ച് പൊതുവെയും ചില സന്ദർഭങ്ങളിൽ ഒരു പ്രത്യേക വേദത്തെക്കുറിച്ചുമൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. നാം പഠിച്ച 2ാമത്തെ ആയത്തിൽ അൽ കിതാബ് എന്ന് ഉപയോഗിച്ചത് തൗറാത്തിനെ കുറിച്ചാണ്. കിതാബ് എന്ന് ഖുർആനെ കുറിച്ച് ഖുർആനിൽ പറയുന്ന ചില സന്ദർഭങ്ങളിൽ അതിനോട് ഹാദ എന്നോ ദാലിക എന്നോ കിതാബിനോടൊപ്പം വന്നിട്ടുണ്ട്. ദാലിക്കൽ കിതാബു ലാ റൈബ ഫീ, അല്ലെങ്കിൽ ഹാദ കിതാബുൻ അൻസൽനാഹു എന്നൊക്കെ വന്നിട്ടുണ്ട്. ദാലിക എന്നാൽ അത്, ഹാദ എന്നാൽ ഇത്. കിതാബുൻ എന്നതിൻ്റെ അർത്ഥം കതബ, എഴുതി എന്നതിൽ നിന്നുള്ള വാക്കാണല്ലോ കിതാബ്. അപ്പൊ എഴുതപ്പെട്ടത് എന്നാണ് അർത്ഥം. അതിനെക്കുറിച്ച് ആ കിതാബ്, ആ വേദം, ആ ഗ്രന്ഥം എന്നൊക്കെ പറയാം. അതല്ലെങ്കിൽ മുമ്പിലുണ്ടെങ്കിൽ ഈ കിതാബ് എന്നും പറയാം. ഒരാളെ സംബന്ധിച്ച് എഴുതി വച്ച ഖുർആൻ അത് ദൂരത്തുമാവാം അടുത്തുമാവാം. എന്നാൽ ഖുർആൻ എന്ന് തന്നെ ഖുർആനെക്കുറിച്ച് ഖുർആനിൽ പറയുന്നിടത്ത് ഹാദ, ഈ ഖുർആൻ എന്ന് മാത്രമാണ് പ്രയോഗിച്ചിട്ടുള്ളത്. ഖുർആൻ എന്നാൽ വായിക്കപ്പെടുന്നത് എന്നാണ്. വായിക്കപ്പെടുന്നത് തൊട്ടടുത്ത് തന്നെ ഉണ്ടാവും എന്നുള്ളത് കൊണ്ടാവാം അത്. ഏതായാലും വായിക്കപ്പെടുന്ന ഈ ഖുർആൻ വായിക്കുന്നതിലൂടെ, ഉൾക്കൊള്ളുന്നതിലൂടെ അത് യഹ്ദി, അത് നയിക്കുന്നു, ലില്ലത്തി ഹിയ അഖ്വം, ഏറ്റവും ശരിയായതിലേക്ക്, ഏറ്റവും നേരെയായതിലേക്ക്. ഏറ്റവും നേരെയായതിലേക്ക് എന്ന് പറയുന്നത് ഏറ്റവും ഉത്തമമായ ലക്ഷ്യത്തിലേക്ക് എന്നാണ് ഇവിടെ പ്രയോഗിച്ചത്. ലില്ലത്തി ഹിയ അഹ്സൻ എന്നാണ്, ഇലല്ലത്തി എന്നല്ല. സാധാരണ ഇലാ സിറാത്തി മുസ്തഖീം, നേരായ മാർഗത്തിലേക്ക് എന്നും, ഇലാ സബീലില്ല, അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് എന്നും പറയുമ്പോൾ ഇല ആണ് ഉപയോഗിക്കാറുള്ളത്. അതായത് അത് മാർഗത്തിലേക്കാണ്. മാർഗം എന്ന് പറയുന്നത് എത്താനുള്ള ലക്ഷ്യമല്ല. എന്നാൽ ഖുർആനോടോ അള്ളാഹുവിനോടോ ചേർത്തുകൊണ്ട് ഹിദായത്തിനെ കുറിച്ച് പറയുമ്പോൾ അത് ഉദാത്തമായ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നു എന്ന അർത്ഥത്തിലാണ് വരിക. അതുകൊണ്ട് അള്ളാഹുവിനോടും ഖുർആനോടും യഹ്ദി എന്ന് ചേർത്ത് വരുമ്പോൾ ലീ എന്നാണ് വരിക. ഇല എന്നതിന് പകരം ലീ എന്നാണ് വരിക. ഇന്ന ഹാദൽ ഖുർആന യഹ്ദി ലില്ലത്തി ഹിയ അഹ്സൻ. അതുപോലെ യഹ്ദില്ലാഹു ലിനൂരിഹി മയ്യശാ, ഖുർആൻ ഏറ്റവും ഉദാത്തമായതിലേക്ക് നയിക്കുന്നു എന്ന് പറഞ്ഞാൽ ഖുർആൻ ഏറ്റവും നല്ല വിശ്വാസത്തിലേക്ക്, ഏറ്റവും നല്ല സംസ്കാരത്തിലേക്ക്, ഏറ്റവും നല്ല മാനവികതയിലേക്ക്, ഏറ്റവും നല്ല സ്വഭാവത്തിലേക്ക് മനുഷ്യനെ എത്തിക്കുന്നു എന്നാണ് അർത്ഥം. അങ്ങനെ മനുഷ്യൻ എത്തുന്നതിലൂടെ വയുബശ്ശിറുൽ മുഅ്മിനീന, സത്യവിശ്വാസികൾക്ക് ഖുർആൻ സന്തോഷവാർത്ത അറിയിക്കുകയും ചെയ്യുന്നു. അല്ലദീന യഅ്മലൂന സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന. അപ്പോൾ സത്യവിശ്വാസം മാത്രം പോരാ, മുഅ്മിനുകൾ ആയാൽ മാത്രം പോരാ, സൽക്കർമ്മങ്ങൾ കൂടി വേണം പരലോക വിജയം നേടണമെങ്കിൽ. അതുപോലെ തന്നെ കർമ്മം മാത്രം പോരാ, വിശ്വാസത്തോടെയുള്ള, പരലോകമോക്ഷം പ്രതീക്ഷിച്ചുകൊണ്ടുള്ള വിശ്വാസത്തോടെയുള്ള സൽക്കർമ്മങ്ങളായിരിക്കുകയും വേണം. അത്തരക്കാർക്ക് അന്നലഹും അജ്റൻ കബീറ, അവർക്ക് വലിയ പ്രതിഫലം ഉണ്ടെന്നത് ഉറപ്പാണ്. ഖുർആനിൽ വിശ്വസിച്ച് അത് ഉൾക്കൊണ്ട് സൽക്കർമ്മം പ്രവർത്തിച്ചവർക്ക് പരലോകത്ത് മഹത്തായ സ്വർഗം പ്രതിഫലമായി ലഭിക്കും. എന്നാൽ വഅന്നല്ലദീന ലാ യുഅ്മിനൂന ബിൽആഖിറതി, അന്ത്യനാളിൽ പരലോകത്തിൽ വിശ്വസിക്കാത്തവർക്ക് തീർച്ചയായും ഖുർആൻ ആവശ്യപ്പെടുന്ന പരമമായ ലക്ഷ്യമായ പരലോക വിജയം, അതുപോലെ പരലോകത്തെ രക്ഷാശിക്ഷകൾ, അതിൽ വിശ്വസിക്കാത്തവർക്ക് തീർച്ചയായും അഅ്തദ്നാലഹും, അവർക്ക് നാം ഒരുക്കിയിട്ടുണ്ട് അദാബൻ അലീമ, നോവേറിയ ശിക്ഷ, ഭീകരമായ നരകശിക്ഷ അവർക്കായിട്ട് അള്ളാഹു പരലോകത്ത് ഒരുക്കിയിട്ടുണ്ട് എന്നാണ് അവർക്ക് താക്കീത് നൽകുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗം ലഭിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.